ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ പാൽപൂരിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഒരു കപ്പും പിന്നെ ഒരു 1/4 കപ്പും എടുക്കുന്നുണ്ട്. മൈദ എടുക്കുന്നുണ്ട്, ഒരു പാത്രത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂരി നമ്മൾ പല രീതിയിൽ കഴിക്കാറുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ 1/4 കപ്പ് മൈദയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് അളവിൽ റവ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവൊന്നും അല്ല അതിൽ കാണിച്ചിരുന്നത്, പക്ഷേ ഞാൻ ഈ ഒരു അളവ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് റവയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5-2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് അല്ലെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി കുഴച്ചെടുക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ടല്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഈ രീതിയിൽ പൂരിയൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പായസപ്പോളിയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് വ്യത്യസ്തതയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ പാലുണ്ടാക്കുമ്പോഴത്തെ കുറച്ച് സാഫ്രോൺ കുങ്കുമപ്പൂ ഒക്കെ ചേർക്കുമ്പം ഒരു ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ ജിലേബി പോലൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇതേ സംഭവം പാലിൻ്റെ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മൾ കുറേശ്ശെ കുഴച്ച് നല്ല സെറ്റാക്കി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് കാഷ്നട്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും ഒരേ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, കുതിർത്ത് അരയ്ക്കാറുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടത് വേറെ നല്ല നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ഏലക്കയും കുറച്ച് ബദാമും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ചെയ്യാനുള്ളത് കുറച്ച് ഒരു 2-3 സാഫ്രോൺ ഇല്ലേ, നമ്മുടെ കുങ്കുമപ്പൂ, കുറച്ച് പാലിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ പൊടിയെല്ലാം കൂടി അതിലേക്ക് കൊണ്ട് തട്ടിത്തൂക്കിയിട്ടിട്ട് നമ്മൾ കാച്ചിയ പാലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കുക. ഇനി കാച്ചാത്തയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പൊടിയെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഒന്നങ്ങോട്ട് കുറുക്കിയെടുക്കുക. കുറുകെന്ന് വെച്ചാൽ ഒരുപാട് കുറുകണ്ട, ജസ്റ്റ് നമ്മൾ കാഷ്നട്ടൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടേക്കുന്ന കാരണം ഉണ്ടല്ലോ, നല്ലതായിട്ടൊരു കുറുകിയ പരുവത്തിൽ വരുവേ. ഇതിപ്പോൾ ഞാൻ സാഫ്രോൺ ആണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് പാലിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉള്ളത് കൊണ്ട് ഇട്ടു എന്ന് മാത്രം. പിന്നെ ഒരു യെല്ലോ കളർ ഷെയ്ഡ് വരും, നല്ല ഭംഗിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൂരിയുടെ മാവൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോളാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ആ ഒരു ബോൾസ് ഇതേ കണ്ടില്ലേ, നമ്മൾ ചപ്പാത്തിക്കും സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന അതേ വലുപ്പം, അല്ലെങ്കിൽ ഭട്ടൂര ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു വലുപ്പമൊന്നും വേണ്ട. ഈ ഒരു വലുപ്പത്തിൽ മതി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മൾ എടുക്കുക, ഓരോരോ വലുപ്പത്തിൽ എടുക്കുക. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മൾ തിന്നായിട്ടോ ഇപ്പോൾ കട്ടി കൂടി പരത്തിയാലും കട്ടി കുറച്ച് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതങ്ങോട്ട് പരത്തുക. ഒരുപാട് വലുപ്പമൊന്നും വരത്തില്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ മിൽക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാമും സാഫ്രോണും കാഷ്നട്ടും ഒക്കെ ചേരുന്നതല്ലേ, കുട്ടികൾക്ക് നല്ലതാണ്. പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ കുറുക്കി എടുക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതങ്ങോട്ട് ഇനി എന്താ ചെയ്യുക, ഓരോന്നങ്ങോട്ട് പരത്തുക. ഇപ്പോൾ ഷേപ്പിൻ്റെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും റൗണ്ട് ഷേപ്പ് എടുക്കാൻ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പം ഇത്രയും വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് റൗണ്ടാക്കി ഒരു 4-5 എണ്ണം ഞാൻ ആദ്യം ഉണ്ടാക്കി കേട്ടോ. ഇതൊരു 4-5 എണ്ണം കഴിച്ചാലും വയറൊന്നും അറിയത്തില്ല, കുഞ്ഞല്ലേ ബോളുകൾ പോലെ, നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. അതായത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടോടെ പ്ലേറ്റോട്ട് വെക്കുക, അതിന് മുകളിലേക്ക് നമ്മൾ ആ പാലിൻ്റെ അതിൻ്റെ ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടല്ലേ എന്നാ ടേസ്റ്റാണെന്നറിയോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാനീ പറയുന്നതിൻ്റെ എങ്ങനെയാണ്. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ചൂടായ എണ്ണയിലേക്ക് ഇടുക, ഫ്രൈ ചെയ്തെടുക്കുക. സിമ്പിളല്ലേ, വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇനിയിപ്പം പൂരിയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പായസപ്പൊളിയാണ് കേട്ടോ. നമ്മൾ പായസപ്പൊളി ഉണ്ടാക്കാറില്ലേ, എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ പായസം ഒഴിച്ച് കഴിക്കില്ലേ, അതേപോലൊരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയൊന്നുമില്ല, നമ്മുടെ പാൽ ഇവിടെ സെറ്റായിട്ട് നല്ല കളറൊക്കെ കണ്ടില്ലേ, അതിൻ്റെ സാഫ്രോണിൻ്റെ കളറാണ്, നമ്മൾ കുങ്കുമപ്പൂ ഇട്ടുകൊണ്ടാണ് ആ ഒരു കളർ വന്നിരിക്കുന്നത്. ഒരുപാട് അങ്ങ് തിക്കാക്കണ്ട. ഇനി ഓരോന്നും അങ്ങോട്ട് എടുത്ത് വെക്കുക, അതിന് മുകളിലേക്ക് നമ്മളുടെ പാലിൻ്റെ കൂട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, കഴിക്കുക. സിമ്പിളല്ലേ, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ
പൂരിയുടെ മുകളിലേക്ക് ഇവിടെ പാലങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് സാഫ്രോണാണ് കിടക്കുന്നത് കേട്ടോ. ഇനിയൊന്നുമില്ല, അങ്ങ് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചൂടോടെ തന്നെ അങ്ങ് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.